നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന HSA ഇംഗ്ലീഷ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 5 മോക്ക് ടെസ്റ്റുകൾ, 20 ചോദ്യങ്ങളടങ്ങിയ 5 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്താൻ പോവുകയാണ്. അതിലെ ആദ്യത്തെ മോക്ക് ടെസ്റ്റാണിത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം ഈ ക്ലാസ്സിനെ സമീപിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോയം എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്, ലവ് ഈസ് ലൈക്ക് ഡാഷ്. നോബിൾ പാസിംഗ് ഓഫ് ഗ്യാസ് ആണോ, അതോ എ ഗുഡ് മാൻ ഡൈയിങ് ആണോ, ആൻ ഓൾഡ് മാൻ ഈസിങ് ഇൻ ടു എ ഹോട്ട് ബാത്ത് ആണോ, മെൻ ആർഗിങ് ഓവർ എ ഡെഡ് ഗൈസ് വില്ലാണോ? ഇതിലേതായിരിക്കും ആൻസറായി വരിക? ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ വായിക്കാം. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോയം എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്, ലവ് ഈസ് ലൈക്ക് എ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? നോബിൾ പാസിംഗ് ഓഫ് ഗ്യാസ് ആണോ, എ ഗുഡ് മാൻ ഡൈയിങ് ആണോ, ആൻ ഓൾഡ് മാൻ ഈസിങ് ഇൻ ടു എ ഹോട്ട് ബാത്ത് ആണോ, മെൻ ആർഗിങ് ഓവർ എ ഡെഡ് ഗൈസ് വില്ലാണോ? ഏതായിരിക്കും ആൻസറായി വരിക? ഏതാണ്? എ ഗുഡ് മാൻ ഡൈ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ടു സെർവ് ദർ വിത്ത് മൈ മേക്കർ, ഹു ആസ് മേക്കർ റെഫേഴ്സ് ടു ഇൻ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഫ്രണ്ടാണോ, ഗോഡാണോ, ഹിസ് ഫാദർ ആണോ, നൺ ഓഫ് ദ എബോവ്? ഏതായിരിക്കും? ഗോഡാണ്. ഇതാണ് ഗോഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, how many stanzas are there in the poem Elegy Written in a Country Churchyard? Elegy Written in a Country Churchyard എന്ന് പറയുന്ന പോയത്തിൽ എത്ര സ്റ്റാൻസസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32 ആണോ, 33 ആണോ, 35 ആണോ, 36 ആണോ? എത്രയാണ്? 32 ആണ്. ഓക്കെ, 32 സ്റ്റാൻസസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഓവറോൾ തീം ഓഫ് ദ പോയം ടിൻറ്റൻ അബി? ടിൻറ്റൻ അബി എന്ന് പറയുന്ന പോയത്തിൻ്റെ ഓവറോൾ തീം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെമ്മറി ആൻഡ് ദ പാസ്റ്റ് ആണോ, നേച്ചർ ആൻഡ് ഗോഡ് ആർ വൺ ആണോ, മാൻ വിസ് ദ നാച്ചുറൽ വേൾഡ് ആണോ, ഹൗ പീപ്പിൾസ് വ്യൂസ് ചേഞ്ച് ഓവർ ടൈം ആണോ? ഏതായിരിക്കും ഈ പറയുന്ന ടിൻറ്റൻ അബിയിലെ ഓവറോൾ തീം എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഹൗ പീപ്പിൾസ് വ്യൂസ് ചേഞ്ച് ഓവർ ടൈം എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഓവറോൾ തീം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് അൺപ്രീമെഡിറ്റേറ്റഡ് മീൻ ഇൻ ലൈൻ 5 ഓഫ് ദ പോയം ടു എ സ്കൈലാർക്ക്? അതായത് ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന പോയത്തിലെ 5th ലൈനിൽ അൺപ്രീമെഡിറ്റേറ്റഡ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അതെന്തെന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അർത്ഥത്തിൽ? എന്താണ്? ഇൻക്രെഡിബിളി ബോറിംഗ് ആണോ, നോട്ട് പ്ലാൻഡ് ഔട്ട് ഇൻ അഡ്വാൻസ് എന്നാണോ, സാഡ് ആൻഡ് ലോൺലി എന്നാണോ, അതോ അൺഫോക്കസ്ഡ് കെയർലെസ് എന്നാണോ? എന്താണ് അൺപ്രീമെഡിറ്റേറ്റഡ് എന്ന് പറയുന്നത് കൊണ്ട് ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? നോട്ട് പ്ലാൻഡ് ഔട്ട് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദോ സൈലന്റ് ഫോം ഡസ് ടീസ് അസ് ഔട്ട് ഓഫ് തോട്ട് അസ് ഡോത്ത് എറ്റേണിറ്റി മീൻ? അതായത് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്ന പോയത്തിലെ ഒരു വരിയാണ് തന്നിരിക്കുന്നത്, ഒരു ലൈനാണ് തന്നിരിക്കുന്നത്. ഈ ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. നോക്കുക, ബോത്ത് ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ ഏൺ ആൻഡ് അവർ ഫിയർ ഓഫ് ഡെത്ത് ഡിസീവ്സ് ആസ് ഇൻ ടു ബിലീവിങ് എറ്റേണിറ്റി എന്നാണോ, അതോ ദ ഏൺ ക്യാൻ ടോക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ഇനാനിമേറ്റ് എന്നുള്ളതാണോ, അതോ തിങ്കിങ് അബൌട്ട് ഏൺസ് ആർട്ട് മേക്സ് ഇറ്റ് ഇമ്മോർട്ടൽ എന്നാണോ, അതോ ഏൺസ് ആർ ഗോഡ്സ് ആൻഡ് ദെർഫോർ ഓംനിപൊട്ടന്റ് എന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് എൻ്റെ ശരിയായിട്ടുള്ള ആൻസർ? ഏതാണ്? ബോത്ത് ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് ഏൺ ആൻഡ് അവർ ഫിയർ ഓഫ് ഡെത്ത് ഡിസീവ്സ് ആസ് ഇൻ ടു ബിലീവിങ് ഇൻ എറ്റേണിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക, all times I have enjoyed greatly, have suffered greatly. This quote is an example of. അപ്പോൾ ഈ പറയുന്ന കോട്ട്
all times I have enjoyed greatly, have suffered greatly എന്ന് പറയുന്ന ഈ കോട്ട് എന്തിൻ്റെ ഉദാഹരണമാണ്? ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാരലൽ സിൻടാക്സ് ആണോ, ടോൺ ആണോ, എമേർജറി ആണോ, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണോ? എന്തിന് എക്സാമ്പിൾ ആണിത്? എന്തിനായിരിക്കും? പാരലൽ സിൻടാക്സിനാണ്. എന്താണ് പാരലൽ സിൻടാക്സ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് എഫക്റ്റ് ഡസ് ദ കോൺസ്റ്റന്റ് സ്വാപ്പിംഗ് യൂസ് ഓഫ് എൻചാംപ്മെന്റ് ആൻഡ് സീസുറ ഹാഫ്? ഇതാണ് ചോദ്യം. അതായത് നമ്മുടെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന പോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ നമുക്ക് ഈ പറയുന്ന എൻചാംപ്മെൻറ്റും അതുപോലെ തന്നെ സീസുറയുടെയൊക്കെ ഉപയോഗം നമുക്ക് കാണും, സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതെന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ ആ പ്രയോഗം കൊണ്ട് എന്ത് റിസൾട്ടാണ് ഇവിടെ ഉണ്ടാകുന്നതാണ് ചോദ്യം. നോക്കുക. ഇറ്റ് ഷോസ് ഹി റിഗ്രറ്റ്സ് വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതാണോ, അതോ ഇറ്റ് റിഫ്ലെക്ട്സ് ദ വേ ദ ഡ്യൂക്ക് ഈസ് തിങ്കിങ് അലൗഡ് ആണോ, അത് ഇറ്റ് ഷോസ് ദ ഡ്യൂക്ക് ഹാസ് പ്ലാൻ ഹിസ് സ്പീച്ച് കെയർഫുള്ളി എന്നാണോ, അതോ ഇറ്റ് ഷോസ് ദ ഡ്യൂക്ക് ഹാസ് ലോസ്റ്റ് ഹിസ് ടെമ്പർ എന്നുള്ളതാണ്? ഏതാണ് ഉത്തരമായി വരിക? ഏതായിരിക്കും? ഇറ്റ് റിഫ്ലെക്ട്സ് ദ വേ ദ ഡ്യൂക്ക് ഈസ് തിങ്കിങ് അലൗഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Dover Beach, which phrase expresses a negative view of the world and humanity's place in it? ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ വായിക്കാം. In Dover Beach, which phrase expresses a negative view of the world and humanity's place in it? ഏത് ലൈനാണ് അല്ലെങ്കിൽ ഏത് ഫ്രേസ് ആണ്? Listen, you hear the grating roar ആണോ, അതോ with tremulous cadence slow ആണോ, the turbid ebb and flow of human misery ആണോ, love let us be true to one another എന്നുള്ളതാണ്? ഏതായിരിക്കും? The turbid ebb and flow of human misery എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the storms poet had secretly insisted in the poem A Prayer for My Daughter? നോക്കുക. ഫിസിക്കൽ സ്റ്റോം ഔട്ട്സൈഡ് ഹിസ് ഹൗസ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റോം ഇൻ അയർലൻഡ് ആണോ, അതോ സ്റ്റോം ഓഫ് ഹെയിൽ ആൻഡ് സ്റ്റോം ക്രിയേറ്റഡ് ബൈ ഹർ എക്സ് ഹു ഈസ് എ വിച്ച് ആണോ, അതോ സ്റ്റോം ഡ്യൂ ടു ഗ്രെഗറീസ് വുഡ്സ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ റോം ആണോ, അതോ സ്റ്റോം അറ്റ് ട്രോയ് ആൻഡ് ഹിസ് വൈഫ്സ് ഫ്ലൈറ്റ് ആണോ? ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏതായിരിക്കും? ഫിസിക്കൽ സ്റ്റോം ഔട്ട്സൈഡ് ഹിസ് ഹൗസ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റോം ഇൻ അയർലൻഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. പ്ലാറ്റ്സ് പോയട്രി ഈസ് കൺസിഡർഡ് പാർട്ട് ഓഫ് വിച്ച് മൂവ്മെന്റ്? പ്ലാത്തിന്റെ പോയട്രി ഏത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. കൺഫെഷണൽ പോയട്രി ആണോ, മോഡേണിസം ആണോ, റിയലിസം ആണോ, റൊമാൻറ്റിസിസം ആണോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇതാണ് കൺഫെഷണൽ പോയട്രി. ഓക്കെ. കൺഫെഷണൽ പോയട്രിയുമായിട്ടാണ് പ്ലാറ്റിന്റെ പോയട്രി നമ്മൾ പരിഗണിക്കുന്നത്. അടുത്ത ചോദ്യം. Into that heaven of freedom, my father let my country awake. The country referred to here in the poem where the mind is without fear is dash. ഇവിടെ പറയുന്നുണ്ട് into that heaven of freedom, my father let my country awake എന്ന് പറയുന്ന ഈ വരിയിൽ ഇവിടെ കൺട്രി എന്ന് പറയുന്നത് ഏത് രാജ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലണ്ട് ആണോ, അമേരിക്ക ആണോ, റഷ്യ ആണോ, ഇന്ത്യ? ഏതാണ്? ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The scorpion picked on me and spurred my children. ഈ പറയുന്ന വരി അല്ലെങ്കിൽ ലൈൻ ഡെപിക്ട്സ് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? സെൽഫ്ലെസ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ഓഫ് മദർ ആണോ, മദേഴ്സ് ബ്രേവറി ആണോ, മദേഴ്സ് എൻഡുറൻസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതായിരിക്കും? എ സെൽഫ്ലെസ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ഓഫ് മദർ. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which anthology of Kamala Das the poem An Introduction appeared? കമലാദാസിന്റെ ഏത് ആന്തോളജിയിലാണ് ആൻ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന പോയം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓൺലി ദ സോൾ നോസ് ഹൗ ടു സിംഗ് ആണോ, അതോ സമ്മർ ഇൻ കൽക്കട്ട ആണോ, അതോ ഡിസെൻഡൻസ് ആണോ, അതോ യാ അല്ലാ ആണോ? ഏത് ആന്തോളജിയിലാണ്? ഏതിലാണ്? സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the poem Obituary, the obituary is printed in dash.
The National Daily ആണോ, എ ലോക്കൽ ന്യൂസ് പേപ്പർ ആണോ, ദ ടൈംസ് ഓഫ് ഇന്ത്യ ആണോ, എ മദ്രാസ് ന്യൂസ് പേപ്പർ? ഏതാണ്? എ മദ്രാസ് ന്യൂസ് പേപ്പർ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, which rhetorical device is most commonly used throughout the poem Home Burial? ഹോം ബറിയറിൽ വളരെ പൊതുവായി കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന റെറ്ററിക്കൽ ഡിവൈസ് എന്നാണ് ചോദ്യം. സിമിലി ആണോ, അല്യൂഷൻ ആണോ, റെപ്പറ്റീഷൻ ആണോ, പേഴ്സോണിഫിക്കേഷൻ ആണോ? ഏതാണ്? റെപ്പറ്റീഷൻ ആണ് എന്ന്. റെപ്പറ്റീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പോയം ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, what does the speaker pass by during her carriage ride with death? A schoolyard, a college dance and a parade ആണോ, അതോ a schoolyard, a ripened field and a setting sun ആണോ, a setting sun, a scarecrow and a college dance ആണോ, a ripened field, a battle and a schoolyard ആണോ? ഏതിനെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്? ഏതിനെയൊക്കെയാണ്? എ സ്കൂൾ യാർഡ്, എ റൈപ്പൻ ഫീൽഡ് ആൻഡ് എ സെറ്റിംഗ് സൺ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സം ഓഫ് ദ ഇഡിയംസ് ഇൻ ദ പോയം ടെലിഫോൺ കോൺവെർസേഷൻ പോയിന്റ് ഔട്ട് ദ ജനറൽ ജിയോഗ്രഫി ഓഫ് ഡാഷ്. അതായത് ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോയത്തിലെ ചില ഇഡിയംസ് ഏത് ജനറൽ ജിയോഗ്രഫിയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ ജനറൽ ജിയോഗ്രഫിയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? വാഷിങ്ടണിൻ്റെ ആണോ, മോസ്കോയുടെ ആണോ, ന്യൂയോർക്കിൻ്റെ ആണോ, ലണ്ടൻ്റെ ആണോ? എന്റെയാണ് ലണ്ടൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ദ റൂഫ് ഈസ് ടൈൽഡ് ഇൻ റെഡ് പിച്ച് വിത്ത് എ സിൽവർ ലൈറ്റിംഗ് റോഡ് എ പ്രൂവ് സെറ്റ് ഔട്ട് ഫ്രം ലാൻഡ്സ് എൻഡ് ബൗണ്ട് നോവെയർ. ദീസ് ലൈൻസ് ആർ ഫ്രം ദ പോയം ഡാഷ്. അത് ഈ പറയുന്ന ലൈൻസ് അതേത് പോയത്തിൽ നിന്നാണ്? ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ ആണോ, അബോറിജിനൽ ഓസ്ട്രേലിയ ആണോ, ഹൗസ് ഓഫ് എ 1000 ഡോഴ്സ് ആണോ, ബീച്ചോറിയ? ഏതിലായിരിക്കും? ഹൗസ് ഓഫ് എ 1000 ഡോഴ്സ് എന്ന് പറയുന്ന പോയത്തിലെ വരികളാണ് ഇത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡേവിഡ് ഡോബ്സ് ആഫ്രിക്ക സെലിബ്രേറ്റ്സ് ദ ടിപ്പിക്കൽ ലവ് ഓഫ് ദ ആഫ്രിക്കൻ ഫോർ ദ ഡാഷ്. പാരൻസ് ആണോ, ഗേൾസ് ആണോ, മദർലാൻഡ് ആണോ, ആൻസിസ്റ്റേഴ്സ് ആണോ? ഏതായിരിക്കും? മദർലാൻഡ്. അപ്പോൾ ഈ 20 ചോദ്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിച്ചു വെക്കുക. ഇതിൻ്റെ PDF ഫയല് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടും. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും എൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.